ഇവിടെ കണ്ടിട്ട് ഒരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. പിന്നെ എന്നെ മായ കല്യാണം കഴിക്കാത്ത വേണ്ടെന്ന് പറഞ്ഞു അച്ഛന്റെ അടുത്ത്. കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യേ? ആട്ടോ നടക്കുന്നു. എന്ത് ചെയ്യേ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇല്ല, ചേച്ചി കല്യാണം കഴിച്ചില്ലേ? ചേച്ചി വേറെ. ഞാൻ പറട്ടെ, ഞാൻ അച്ഛന്റെ അമ്മയുടെയും മോളാണെങ്കിലും പപ്പ എന്നെ കാണുന്ന വേറെ വ്യക്തിയായിട്ടാണ്. എന്റെ ചേച്ചി വേറെ വ്യക്തിയല്ലേ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. അയ്യോ, ഇങ്ങനെയൊന്നും എനിക്ക് വർത്താനം പറയാനും കാഴ്ചപ്പാട് കാണാനും ഒക്കെയല്ല കേട്ടോ. അത് പറയുമ്പോ ഈസിയാണ്, അത് ഓരോരുത്തരുടെ ഇതാ. ഞാൻ അങ്ങനെ ആയിട്ട് എന്റെ ലൈഫ് കൂളാണ്. അപ്പൊ അച്ഛൻ ചോദിച്ചിട്ടില്ലേ? എന്റെ വീട്ടിൽ ആരും നാട്ടുകാർക്കേ ചോദ്യമുള്ളൂ. അച്ഛനും പാരന്റ്സിനും ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ചോദ്യമില്ല. നാട്ടുകാർക്ക് പിന്നെ രീതി അറിയാം. നാട്ടുകാർക്ക് പിന്നെ അതിന് ഞാൻ പിന്നെ ചെവി കൊടുക്കാറില്ല. മുമ്പൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പൊ അത് ചോദിക്കാറില്ല. കല്യാണം കഴിക്കാത്തന്ന് എന്നെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ചൊറിയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? പിന്നെ എന്തിനാ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വല്ല കുഴപ്പം? മുഖത്ത് നോക്കി പണ്ട് ചോദിക്കാറുണ്ട്, ഇപ്പൊ ഒന്നും ചോദിക്കാറില്ല. മൈൻഡേ അച്ഛനാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഈ ഫീൽഡിൽ വന്നപ്പോൾ പപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. പപ്പയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, പക്ഷെ 3-4 കാര്യങ്ങൾ പറഞ്ഞു വന്നു. ആരെയും ഉഷയിപ്പിക്കല്ലേ, ആരെയും വേദനിപ്പിക്കല്ലേ. നമ്മൾ എത്ര കുളിര് കണ്ടതാ. അഭ്യാസം എടുത്തോണ്ടല്ലോ ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്.